സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഗർഭചിത്ര ഗുളികകൾ നൽകുന്നവരുടെ പോസ്റ്റുകൾ തടയുകയോ മറയ്ക്കുകയോ ചെയ്യുന്നതായി റിപ്പോർട്ട്. നിരവധി ഗർഭചിത്ര ഗുളിക ദാതാക്കളുടെ അക്കൗണ്ടുകൾ ഇൻസ്റ്റാഗ്രാം സസ്പെൻഡ് ചെയ്യുകയും സെർച്ചിലും ശുപാർശകളിലും പ്രത്യക്ഷപ്പെടുന്നതിൽ നിന്ന് ദാതാക്കളെ മറയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഈ നീക്കങ്ങൾ കടുപ്പിച്ചതായി അബോർഷൻ ഗുളികയുടെ ദാതാക്കൾ പറഞ്ഞു. ഇത്തരം അക്കൗണ്ടുകളിൽ നിന്നുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉള്ളടക്കം ഇനി മുതൽ ദൃശ്യമാക്കില്ല. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഉടമസ്ഥരായ മെറ്റ ഇത്തരം അക്കൗണ്ടുകളുടെ സസ്പെൻഷനും പോസ്റ്റുകളുടെ നിരോധനവും സ്ഥിരീകരിച്ചു. മെറ്റയുടെ സിഇഒമാർക്ക് സക്കർബർഗ് ഈ മാസം കമ്പനിയുടെ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചതു മുതൽ അത് സൂക്ഷ്മ പരിശോധനയിലാണ്. നവംബർ മുതൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ചില പോസ്റ്റുകൾ നീക്കം ചെയ്യുകയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് മറയ്ക്കുകയും ചെയ്തതായി യുഎസിലെ ഏറ്റവും വലിയ ഗർഭചിത്ര ഗുളിക ദാതാക്കളിലൊന്നായ 8 ആക്സസ് പറഞ്ഞു. വിമൻ ഹെൽപ്പ് വിമൻ, ജസ്റ്റ് ദ പിൽ എന്നിവയുൾപ്പെടെ മറ്റ് അബോർഷൻ ഗുളിക ദാതാക്കളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. മറ്റൊരു അബോർഷൻ ഗുളിക ദാതാവായ ഹേ ജെയിനിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടുത്തിടെ ഇൻസ്റ്റാഗ്രാം തിരയലിൽ അദൃശ്യമായിരുന്നുവെന്ന് മാർക്കറ്റിംഗ് നയിക്കുന്ന റബേക്ക ഡേവിസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ വൻതോതിൽ നിക്ഷേപം നടത്താൻ ചൈനീസ് വ്യവസായികളെ ക്ഷണിച്ച് പ്രസിഡന്റ് സുൽത്താൻ മഹ്മൂദ് ചൗധരി. മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ചൈനയിലെ യുനാൻ സണ്ണി റോഡ് ആൻഡ് ബ്രിഡ്ജ് കമ്പനിയുടെ ഡയറക്ടർ കഴിഞ്ഞ ദിവസം മുസഫദാബാദിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തുരങ്കങ്ങളും ഹൈവേകളും നിർമ്മിക്കുന്നതിൽ വൈവിധ്യമുള്ള കമ്പനിയായ ലീപ്പിംഗ് POKയിലെ ഒന്നിലധികം പ്രോജക്റ്റുകൾക്കായിട്ടുള്ള ബ്ലൂ പ്രിന്റ് സമർപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകളെക്കുറിച്ചും പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചും ഇരുവരും സംസാരിച്ചുവെന്നും അസോസിയേറ്റഡ് പ്രസ് ഓഫ് പാകിസ്ഥാനി അറിയിച്ചിട്ടുണ്ട്. കരോട്ട് കൊലാഹ ജലവൈദ്യുത പദ്ധതികൾ, M4 മോട്ടോർവേയുടെ നിർമ്മാണം, മിർപൂരിലെ പ്രത്യേക സാമ്പത്തിക മേഖല എന്നിവയുൾപ്പെടെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിക്ക് കീഴിൽ POKയിൽ ചൈന ഇതിനകം തന്നെ നിക്ഷേപം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. POKയും ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനും തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമാണെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ CPECയുടെ പദ്ധതികളെ എതിർത്തിരുന്നു. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച നിർമ്മിത ബുദ്ധി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ സ്റ്റാർഗേറ്റിനെ ചൊല്ലി പോരടിച്ച് ടെസ്ല മേധാവി ഇലോൺ മസ്കും ഓപ്പൺ AI CEO സാം ആൽട്മാനും. ചാറ്റ് GTP നിർമ്മാതാക്കളായ ഓപ്പൺ AI, ഒറാക്കിൾ, സോഫ്റ്റ് ബാങ്ക് എന്നിവയുടെ പങ്കാളിത്തത്തോടെ $50,000 കോടി ചിലവിൽ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. തൊട്ടു പിന്നാലെ രൂക്ഷ വിമർശനവുമായി മസ്ക് രംഗത്തെത്തി. സോഫ്റ്റ് ബാങ്കിന് $100 കോടി നിക്ഷേപമുണ്ടെന്ന് എക്സിൽ കുറിച്ച മസ്ക് ഓപ്പൺ AIയുടെ കയ്യിൽ പണമില്ല എന്നും ആരോപിച്ചു. ഇത്തരമൊരു സംരംഭം ഓപ്പൺ AIയെ ഏൽപ്പിക്കുന്നത് സുരക്ഷിതമായിരിക്കില്ല എന്നാണ് ട്രംപിന്റെ ഉപദേശകനും പുതിയ സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ നയങ്ങൾ തീരുമാനിക്കുന്നതിൽ പ്രധാനിയുമായ മസ്ക് പറയുന്നത്. എന്നാൽ മസ്കിന്റെ ആരോപണം തെറ്റാണെന്ന് സാം ആൽട്മാൻ പ്രതികരിച്ചു. വർഷങ്ങളായി മസ്കും സാൽട്മാനും തമ്മിൽ നിലനിൽക്കുന്ന കലഹത്തിന്റെ തുടർച്ചയായിട്ടാണ് പുതിയ വാഗ്വാദം. ഓപ്പൺ AIയുടെ ആദ്യകാല നിക്ഷേപകനും ബോർഡ് അംഗവുമായിരുന്നു മസ്ക്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.